സർവോപരി മാനസികമായ അടുപ്പത്തിനും ഐക്യത്തിനും വളരെ നല്ലതാണ്. ഐ ലവ് യു. ഞാൻ പങ്കെ സ്നേഹിക്കുന്നു. അയ്യോ, സ്നേഹിക്കുന്നവരെ തമ്മിൽ അകറ്റാനല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? പക്ഷേ അവരെ തമ്മിൽ ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് ഇനി എന്റെ ജീവിത ലക്ഷ്യം. ശരി. പ്രേമത്തിന്റെ വില ഞാൻ ശരിക്കും മനസ്സിലാക്കി. പങ്ക് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ ഏത് കോർണറിൽ പോയാലും നമുക്ക് വെട്ടിയും പഠിച്ച് ലാവിഷായിട്ട് ജീവിക്കാം. പക്ഷെ അതിനൊരു പട്ടാളക്കാരന്റെ കരുത്തും ആത്മധൈര്യവും ഇരിക്കുന്ന പട്ടാളക്കാരനുണ്ടോ ആത്മധൈര്യം? അവൻ വായുവിൽ അലിഞ്ഞില്ലാണ്ടാവും. പക്ഷെ അദ്ദേഹത്തെ ഞാൻ കോൺസെൻട്രേഷൻ ടെസ്റ്റിന് വിധേയനാക്കി. അയ്യോ, അപാര കോൺസെൻട്രേഷൻ തന്നെ. കോൺസെൻട്രേഷൻ ടെസ്റ്റോ? അതെന്ത്? അയ്യോ, അതറിയില്ലേ? ഞാൻ പറഞ്ഞുതരാം. കൈ രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇതിന്റെ ഗ്യാപ്പിലൂടെ എന്റെ ഇരു കൈയിൽ മുട്ടാറ് നായർ സാബ്ദെ ഇങ്ങനെ 100 പ്രാവശ്യം കൈ ഓടിച്ചു. 1, 2, 3, 4, 5. ഭയങ്കര കോൺസെൻട്രേഷൻ, അപാരമായ മെന്റൽ പവർ. അവൻ 100 പ്രാവശ്യമല്ലേ ഓടിച്ചുള്ളൂ, ഞാൻ 1000 പ്രാവശ്യം ഓടിക്കാം. പങ്ക് കൈ ചേർത്ത് പിടിക്ക. രണ്ടിലും മുട്ടാൻ പാടില്ല. കണ്ണടക്കണം. ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34. ഒന്ന് മാറി. 499, 500, 501, 502, 503, 504. ബാർബർ ഷോപ്പ് അടച്ചു. രാവിലെ കണ്ടപ്പോൾ കുഴപ്പമൊന്നുണ്ടായില്ലല്ലോ. ഇനി കമ്പ്യൂട്ടർ കട്ടിങ്ങിൽ നിന്ന് പെട്ടെന്ന് കത്രിക കട്ടിങ്ങിലേക്ക് മാറിയതിന്റെ ആഘാതമായിരിക്കോ? ദൈവത്തിനെ വിളിക്കാതെ നമുക്കൊരു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താലോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, വേറെ വഴിയുണ്ട്. 519. എന്റെ ബൈക്ക്, അവന്റെ ഒരു ബൈക്ക് കടയിൽ തുറന്നിട്ട് വഴിവാക്കിൽ ഒന്ന് കോപ്രായം കാണിക്കത്തോടാ. പോടാ ചെല്ലാൻ. എങ്ങോട്ട്